ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. എടോ, മോഷ്ടിക്കാനായിട്ട് പല സ്ഥലത്തേക്കും പോവാം. എന്നാൽ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു ജയിലിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും അല്ല. കൃത്യമായ പദ്ധതി വേണം. അതുപോലെ തന്നെ ഈ പദ്ധതി എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ല സ്കിൽഡ് ആയിട്ടുള്ള കള്ളന്മാരും വേണം. അപ്പൊ ഇത്തവണ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഈ കള്ളന്മാര് മോഷണം നടത്താൻ പോകുന്നത് ഒരു ജയിലിലേക്കാണ്. അതും ഗസാക്കിസ്ഥാൻ എന്ന രാജ്യത്തിലെ ഒരു പ്രൈവറ്റ് ജയിലിലേക്ക്. പക്ഷേ മോഷ്ടിക്കാം എന്നൊക്കെ കരുതി ഇവരൊരു ടീം ഉണ്ടാക്കിയെങ്കിലും അതിനുശേഷമാണ് ഈ മോഷണം അത് എത്രത്തോളം ടഫാണ് എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെ മറികടക്കാനായിട്ട് ഇവർക്ക് നല്ലൊരാളെ തന്നെ വേണം. അങ്ങനെ ആ ആളെ തപ്പി ഇവർ കണ്ടുപിടിക്കുകയാണ്. ഇതിന് ശേഷം ഇവർ ആ ഒരു മോഷണത്തിനായിട്ട് ഇറങ്ങുകയാണ്. അത്യാവശ്യം നല്ല രസത്തിൽ ത്രില്ലോട് കൂടിയിട്ട് ഇച്ചിരി കോമഡിയൊക്കെ ആയിട്ട് കേൾക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കഥ തന്നെയാണ്. അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോവല്ലേ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു പെരും കള്ളന്റെ വോയിസ് ഓവറിലൂടെയാണ് ആരംഭിക്കുന്നത്. അതായത് കക്കാൻ വേണ്ടി ഏതൊരു കള്ളനും പറ്റും, എന്നാൽ കട്ടതിന് ശേഷം നിൽക്കലാണ് കഴിവുള്ള ഒരു കള്ളന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ മോഷ്ടിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും നമ്മുടെ പിന്നാലെ പോലീസുകാർ വരാൻ പാടില്ല. അതിന് ഏറ്റവും നല്ല വഴി എന്താണെന്ന് അറിയോ? ചില വലിയ പണക്കാര് ഇവന്മാർ ഒരുപാട് കാശുണ്ടാക്കും. ഈ കാശെല്ലാം എന്തെങ്കിലും ഒരു വൈഡൂര്യോ രത്നോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ട് ഒരു ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോകും. ഇനിയിപ്പോൾ അത് അവിടുന്ന് മോഷണം പോയാൽ തന്നെ അതിന്റെ ഉടമയ്ക്ക് ഗവൺമെന്റിലോ പോലീസിലോ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഇല്ലീഗലാക്കി ഉണ്ടാക്കിയ സമ്പത്തായിരിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ പറയുന്ന ഇതേ കള്ളൻ തന്നെ വേഷം മാറിക്കൊണ്ട് ഒരു ബാങ്കിലേക്ക് പോകുന്നുണ്ട്. ഇയാളുടെ എന്തോ ഒരു വലിയ സ്വത്ത് അവിടുത്തെ ലോക്കറിൽ വെക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ അത് വെക്കുന്നതിന് മുന്നേ തന്നെ ഇയാൾ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ബോക്സ് തുറക്കുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടാകാൻ പാടില്ല. ആ കണ്ടീഷന്റെ പുറത്താണ് ഇയാൾ ഈ ബാങ്കിലേക്ക് വന്നത്. അങ്ങനെ ബാങ്കിന് നല്ല കാശൊക്കെ കിട്ടുക കേട്ടോ. അങ്ങനെ ഈ കള്ളൻ ഉള്ളിലേക്ക് വന്നു. മാത്രമല്ല അവിടുന്ന് ആൾക്കാർ പോയപ്പോൾ പെട്ടെന്ന് ഇയാളുടെ ആ ഒരു പണപ്പെട്ടി കൊണ്ടുവന്ന് ബോക്സ് തുറക്കുകയാണ്. അതിൽ പണവുമില്ല, കുറച്ച് ടൂൾസ് ആണ്. ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള സേഫ് ആയിട്ടുള്ള മറ്റു ചില ലോക്കേഴ്സ് തുറക്കുന്നുണ്ട്. അതിനുള്ളിൽ നിന്നും വളരെ വിലപിടിപ്പുള്ള അമൂല്യമായ പല സമ്പത്തും ഇവൻ അടിച്ചു മാറ്റുകയാണ്. പിന്നീട് വേഷം മാറി വന്നില്ലേ, അതേ വേഷം ധരിച്ചുകൊണ്ട് തന്നെ അവൻ അവിടുന്ന് കൂളായിട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് ഈ സമ്പത്ത് നഷ്ടപ്പെട്ട ആൾക്കാർ ബാങ്കിൽ വന്ന് ഭയങ്കര ബഹളവും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കാൻ മാത്രമേ മാനേജറിന് പറ്റുന്നുള്ളൂ. കംപ്ലൈന്റ് ചെയ്യാൻ പറ്റൂ? ഇല്ല. ഇത് ഇല്ലീഗലി ഉണ്ടാക്കിയ സമ്പത്തും കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ CCTV കാര്യങ്ങളും ചെക്ക് ചെയ്യുമ്പോൾ വന്നുപോയ കള്ളൻ ഏതാണെന്ന് ഇവർക്ക് മനസ്സിലായി. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, അവൻ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവും. ഈ കള്ളന്റെ പേരാണ് റിങ്കോ. ഇതിനുശേഷം മറ്റൊരാളെ കാണിക്കുന്നുണ്ട്. ആൾ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പടക്കൊക്കെ പൊട്ടിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അതുണ്ടാക്കുന്ന കാര്യത്തിലും അത്യാവശ്യം നല്ല അറിവുള്ള ആളായിരുന്നു. ചെറുക്കൻ വളർന്നു വലുതായപ്പോ ഏത് ലെവലായിട്ടുണ്ടാവും. അത് തന്നെ അവന്റെ പ്രധാന പരിപാടി ബോംബ് ഉണ്ടാക്കുക, പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പൊട്ടിക്കുക. ഇവനെ പോലെ ഒരു ബോംബർ വേറെ ഉണ്ടാവില്ല തോന്നുന്നു. ആളൊരു കൊറിയക്കാരനായിട്ടാ തോന്നുന്നു. ഇവന്റെ പേരാണ് വിക്. ഇതിനുശേഷം ഒരു ചർച്ചിൽ നിൽക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടോ. ആള് കാണാൻ നല്ല ക്യൂട്ടാണ്. പേര് ഹോപ്പി. എന്നാൽ ലുക്കിലും പേരിലും ഒന്നും അല്ലട്ട കാര്യം. ആള് തൊട്ട ആള് ആറ്റം ബോംബാണ്. കുടുക്കും തിരിച്ചടിക്കുന്ന പറഞ്ഞ അമ്മാതിരി ആയിട്ടാണ്. അതുപോലെ തന്നെ ആണുങ്ങളോട് അല്പം വിരോധമുള്ള ഒരു കൂട്ടത്തിലും കൂടിയാണ് ഈ ഹോപ്പി. ഇപ്പൊ തന്നെ ആ ചർച്ചിലേക്ക് ചില ആൾക്കാർ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അവളെ തല്ലാൻ വരുന്നുണ്ട്. എന്നാൽ ആ വന്ന ആൾക്കാരെ മുഴുവൻ അടിച്ച് പഞ്ഞിക്കിട്ട് അവള് കൂളായി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ നമ്മൾ 3 പേരെ പരിചയപ്പെട്ടല്ലോ. ഫസ്റ്റ് കണ്ട ആ ഒരു കള്ളൻ റിങ്കോ, പിന്നെ ബോംബർ ആയിട്ടുള്ള വിക്ക്, പിന്നെ ഇപ്പൊ കണ്ട ഹോപ്പി. ഈ 3 പേർക്കും കഴിഞ്ഞ 1 വർഷം മുന്നേ വരെ പരസ്പരം അറിയില്ലായിരുന്നു. എന്നാൽ 1 വർഷം മുന്നേ ഇവർക്കൊരു ഇൻവിറ്റേഷൻ കാർഡ് വന്നു ഒരു ബൊക്കയിൽ. എന്തോ ഒരു വലിയ കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോ ആ പരിപാടിയിലേക്ക് ഇവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവർ 3 പേരടങ്ങുന്ന ഈ ടീമിന്റെ പേരാണ് മിസ്ഫിറ്റ്. ഓക്കെ, ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് വ്യക്തതയോടുകൂടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാല്ലേ. ഇതിനുശേഷം ലോസ് ആഞ്ചലസിലെ ഒരു ജയില് കാണിക്കുകയാണ്. ആ ജയിലിലേക്ക് കുറെ അധികം ഗാർഡ്സുകളുടെ അകമ്പടിയോട് കൂടിയിട്ട് ഒരാൾ വരുന്നുണ്ട്. ഇയാളുടെ പേരാണ് റോത്ത്. ആള് വലിയ ബിസിനസ്സുകാരനാണ്. ഒരുപാട് കാശും കാര്യങ്ങളുണ്ട്. അതുപോലെ ഗസാക്കിസ്ഥാൻ എന്ന രാജ്യത്ത് ഇയാൾക്ക് സ്വന്തമായിട്ട് ഒരു ജയില് വരെ ഉണ്ട് കേട്ടാ. ആ ജയിലിൽ നിന്നും ഈ ഇടയായിട്ട് ഒരു ജയിൽ പുള്ളി രക്ഷപ്പെട്ട് ഈ നാട്ടിലേക്ക് വന്നിട്ട് ഈ റൂത്ത് ഉണ്ടല്ലോ, ഇവന്റെ ഭാര്യയുമായിട്ട് എന്തൊക്കെയോ ഇടപാടുണ്ടായിരുന്നു. ആകെ കൂട്ടി പറയുകയാണെങ്കിൽ ഈ റൂത്തിന്റെ ഭാര്യക്കിട്ട് പണി കൊടുത്തു. അതായത് അവനിട്ട് പണി കൊടുത്തിട്ടുണ്ട്. ആ ആളെ തേടിയിട്ടാണ് റൂത്ത് ഈ ജയിലിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ റൂത്ത് തേടി വന്ന ആള് നമ്മുടെ കഥാനായകനായിട്ടുള്ള റിച്ചാർഡ് ആണ്. അങ്ങനെയാണെങ്കിൽ റൂത്ത് ആരായിരിക്കും? ഈ കഥയുടെ വില്ലൻ തന്നെ. നല്ല 1-ാം തരം വില്ലൻ. മാത്രമല്ല നമ്മുടെ ഹീറോ ആയിട്ടുള്ള റിച്ചാർഡിനെ ഈ ജയിലിൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഒരു ദിവസം കൂടിയുള്ളൂ അവനെ റിലീസ് ചെയ്യാനായിട്ട്. അങ്ങനെ അവനെ പൂട്ടിയിട്ട് ആ ഒരു സെല്ലിലേക്ക് ഇവരെല്ലാവരും വന്ന് നോക്കുമ്പോൾ അവിടെ റിച്ചാർഡ് ഉണ്ടായിരുന്നില്ല. പകരം അവന്റെ റൂംമേറ്റ് ആയിട്ടുള്ള താരിക്ക് മാത്രമേ ഉള്ളൂ. ഇത് കണ്ട സമയത്ത് ജയിൽ വാർഡനും ബാക്കിയുള്ള ഓഫീസേഴ്സും എല്ലാവരും ഞെട്ടിപ്പോവാണ്. കാരണം നാളെ റിലീസ് ആകാൻ പോകുന്ന റിച്ചാർഡ് ഇന്ന് തന്നെ എന്തിനാ ജയിലിൽ ചാടിയെന്ന്. ഇത് കേട്ട സമയത്ത് റൂത്ത് പറയാണ്, നിങ്ങളൊക്കെ എവിടുത്തെ ആൾക്കാരാടാ? നിന്നെ കാരാടാ പോലീസിലെടുത്തത്? അവന് ഇന്ന് ചെയ്ത് തീർക്കേണ്ട എന്തൊരു ജോലിയുണ്ട്. അത് ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നാളെ റിലീസ് ആകും എന്നറിഞ്ഞിട്ടും അവൻ ഇന്ന് തന്നെ ജയിലിൽ ചാടിയത്. അവന്റെ ലക്ഷ്യത്തിന്റെ കാര്യത്തിൽ അവൻ അങ്ങനെയാണ്. എന്ത് റിസ്ക് കൊടുക്കും അവന്റെ ലക്ഷ്യം അത് പൂർത്തീകരിക്കാനായിട്ട്. പക്ഷെ റിച്ചാർഡ് അവൻ എവിടെ പോയിന്ന് യാതൊരു പിടുത്തവും ഇല്ല. എന്നാൽ റൂംമേറ്റ്
ആയിട്ടുള്ള ആ ആളുണ്ടല്ലോ അയാളോട് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറയും. ആ ആള് അയാളൊരു അറബ് വംശജനാണ്, പേര് താരിഖ്. അങ്ങനെ ഇയാളെ ഒറ്റയ്ക്ക് ഒരു റൂമിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് റൂത്ത് ഇയാളോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഭയങ്കര അഹങ്കാരത്തിൽ എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന രീതിയിൽ ഈ താരിഖ് അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് റൂത്ത് പറയണം, ശരി, നിനക്ക് പറയാൻ താല്പര്യമില്ല അല്ലേ, എന്തായാലും പൂജാരി വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് പൂജ തുടങ്ങിയാലോ. ഇതും പറഞ്ഞ് ഇയാളുടെ ആൾക്കാർക്ക് ഇയാൾ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ കറണ്ട് പോവാണ്. ജയിലിലെ വാർഡനും ബാക്കിയുള്ള ഓഫീസേഴ്സും ഈ റൂത്ത് ഈ താരിഖിനെ ചോദ്യം ചെയ്യുന്ന കാര്യം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കറണ്ട് പോയപ്പോൾ അവർക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ആ പോയ സമയത്തിന് റൂത്ത് താരിഖിനിട്ട് കുത്തിയും മലത്തുന്നുണ്ട്, അടികൊണ്ട് അടിച്ച് പരിവാക്കുന്നുണ്ട്. പിന്നീട് തത്ത പറയുന്ന പോലെയല്ല, താറാവ് പറയുന്നത് പോലെ തന്നെ ഈ താരിഖ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ ഈ താരിഖ് ഒരു അറബ് വംശജനാണല്ലോ. അതുകൊണ്ട് തന്നെ അറേബ്യൻ നാട്ടിലെ ഏതോ ഒരു പ്രിൻസ് ന്യൂയോർക്കിലേക്ക് വല്ലപ്പോഴൊക്കെ ട്രിപ്പ് വരാറുണ്ട്. ഇന്ന് അതുപോലെ ട്രിപ്പ് വന്നിട്ടുണ്ട്. ഈ പ്രിൻസിന്റെ കയ്യിൽ, അതായത് ആ രാജകുമാരന്റെ കയ്യിൽ ഒരുപാടധികം വാച്ചിന്റെ കളക്ഷൻ ഉണ്ട്. എവിടെ പോവാണെങ്കിലും അവനത് കൊണ്ടുപോകും. അപ്പൊ ഈ ഒരു ദിവസം മാത്രമേ ആ ഒരു പ്രിൻസ് ന്യൂയോർക്കിൽ ഉണ്ടാവുള്ളൂ. മാത്രമല്ല അവന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു വാച്ചിന്റെ കളക്ഷനിൽ അതിലൊരെണ്ണം ഈ ലോകത്തിൽ രണ്ടേ ഉണ്ടാക്കിയാൽ ഒരു പീസാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സാധനം കയ്യിൽ കിട്ടിയാൽ നല്ലൊരു തുക കയ്യിൽ കിട്ടിയതുപോലെയാണ്. അപ്പൊ ആ വാച്ച് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് റിച്ചാർഡ് ഇന്ന് തന്നെ ജയിലിൽ ചാടിയത്. ഇതിനുശേഷം ആ രാജകുമാരൻ പോയിരിക്കുന്ന ആ ഒരു ഹോട്ടൽ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് റിച്ചാർഡും വന്നിട്ടുണ്ട്. ചെറുതായിട്ട് മദ്യപിക്കാനായിട്ട് ആ രാജകുമാരൻ വന്ന സമയത്ത് അയാളുടെ അടുത്ത് തന്നെ റിച്ചാർഡും പോയി നിൽക്കുന്നുണ്ട്. വലിയ ഏതോ പൈസക്കാരനെ പോലെയാ പോയിരിക്കുന്ന കേട്ടാ. എന്നിട്ട് നല്ല രീതിയിൽ ഈ രാജകുമാരൻ പ്രിൻസുമായിട്ട് കമ്പനി കൂടെയാണ് റിച്ചാർഡ്. ഇതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന കള്ള് അതറിയാതെ ഇവന്റെ ദേഹത്തേക്ക് തട്ടിയിടുന്നത് പോലെ അഭിനയിച്ച് സോറി എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ തുടച്ചു കൊടുക്കുന്നതിന്റെ ഇടയിൽ അവന്റെ കീശയിലെ ആ ഒരു പേഴ്സ് അത് അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാൽ പ്രിൻസ് ആണെങ്കിൽ ഈ ഒരു കാര്യം ഇത്രയും നേരമായിട്ട് അറിഞ്ഞിട്ടില്ല. എന്നാൽ പുറത്തുണ്ടായിരുന്ന പ്രിൻസിന്റെ ബോഡി ഗാർഡ് ഈ ഒരു കാര്യം കാണുകയാണ്. റിച്ചാർഡിന്റെ ബോഡി മുഴുവനായിട്ട് പരിശോധിച്ചപ്പോൾ അവർക്ക് ആ ഒരു പേഴ്സ് കിട്ടുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ അവന് വലിച്ചു കൊണ്ടുപോയി ആരും ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ട് നല്ല കുത്തു കൊടുത്തിട്ട് അവർ ആ ഒരു പേഴ്സുമായിട്ട് അവിടുന്ന് പോവാണ്. ആഹാ, നല്ല ഇൻട്രൊഡക്ഷൻ. ഇവൻ വലിയ ഏതോ കില്ലാടിയാണെന്ന് കരുതിയപ്പോ തുടക്കത്തിൽ തന്നെ നല്ല പെടയും മേടിച്ച് നിസാര കേസിന് ഒരു നാണവും ഇല്ലാതെ അവിടെ ഇരിക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചോ? വിചാരിക്കേണ്ട. കാരണം പേഴ്സ് മാത്രമല്ല ആ പ്രിൻസിന്റെ കീശയിൽ നിന്നും നമ്മുടെ ഈ ഒരു റിച്ചാർഡ് അടിച്ചു മാറ്റിയത് അവന്റെ റൂമിന്റെ കീ കൂടെയാണ്. കാരണം റിച്ചാർഡിന്റെ ലക്ഷ്യം ആ വാച്ചുകളാണ്. അത് അവന്റെ റൂമിലായിരിക്കല്ലോ. നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ഹോട്ടലിലേക്ക് റോത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ ഹോട്ടലാണ് രാജകുമാരനുള്ളത്. അവന്റെ ആ ഒരു വാച്ച് അടിച്ചു മാറ്റാൻ ഇങ്ങോട്ടേക്ക് റിച്ചാർഡ് വരുന്ന റൂത്തിന് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് ഈ ഹോട്ടലിലേക്ക് റൂത്ത് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇതേ നേരം തന്നെ രാജകുമാരന്റെ മുറിയിൽ കയറിയിട്ട് ആ വാച്ച് മുഴുവൻ അടിച്ചു മാറ്റിയ നമ്മുടെ റിച്ചാർഡ് നേരെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ കുമാരന്റെ ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് അവൻ പുറത്തേക്ക് വരുമ്പോൾ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാറ് അവനെ പിക്ക് ചെയ്യാൻ വരികയാണ്. വേഗം തന്നെ റിച്ചാർഡ് കാറിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. എന്നാൽ കാറ് കയറിയപ്പോഴല്ലേ ഒരാളെ കണ്ട് ഞെട്ടിപ്പോകുന്നത്. ആ ആള് മറ്റാരുമല്ല, അവൻ ഈ വാച്ച് അടിച്ചു മാറ്റിയില്ലേ അതിന്റെ യഥാർത്ഥ ഓണർ ആയിട്ടുള്ള ആ അറബ് രാജകുമാരൻ. ഇതെന്താ ഈ സംഭവിക്കുന്നത്? ഇവൻ തന്നെ എങ്ങനെയാണ് നമ്മുടെ റിച്ചാർഡിനെ വന്ന് പിക്ക് ചെയ്യുക? ഇവിടെയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. എല്ലാം ഇവന്റെ പ്ലാൻ തന്നെയായിരുന്നു. അതായത് കഥയുടെ ആരംഭത്തിൽ റിംഗോ, വിക്, ഹോപ്പി 3 പേരെയും കൂട്ടിച്ചേർത്ത് ഒരു ടീം ഉണ്ടാക്കിയില്ലേ, മിസ്ഫിറ്റ്. അവർക്ക് 3 പേർക്കും ഒരു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയില്ലേ? ആ കാർഡ് അയച്ചത് തന്നെ ഈ ഒരു പ്രിൻസ് ആണ്. അവനാണ് ആ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയത്. ആ ഗ്രൂപ്പിലേക്ക് ഇനിയും ആൾക്കാർ വേണം. സോ അതിനായിട്ട് റിച്ചാർഡിന്റെ ഒരു പരീക്ഷണം നടത്തിയതാണ്. ഈ പ്രിൻസിന്റെ ആള് തന്നെയാണ് റിച്ചാർഡിന്റെ റൂംമേറ്റ് ആയിട്ടുള്ള താരിഖ്. താരിഖ് പറഞ്ഞ ആ ഒരു കള്ളത്തിന്റെ പുറത്താണ് ഈ ചെങ്ങായി ഇതൊരു രാജകുമാരനാണെന്ന് കരുതിയിട്ട് ഇവന്റെ വാച്ച് അടിച്ചു മാറ്റാൻ വേണ്ടി റിച്ചാർഡ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓഹോ, അപ്പൊ നിങ്ങളെല്ലാം കൂടി എനിക്കിട്ട് പണിയായിരുന്നല്ലേ? നീ അപ്പൊ ഒരു രാജകുമാരൻ അല്ല അല്ലേ? ഇപ്പൊ ഈ ഒരു പ്രിൻസ് പറയണ രാജകുമാരനാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജകുമാരൻ തന്നെയാണ്. അത് അധികം വൈകാതെ നീയൊക്കെ അറിഞ്ഞോളൂ. എന്തായാലും നിന്നെ പിടിക്കാനായിട്ട് ആ റൂത്തും അയാളുടെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടാലോ? പോകുക എന്ന് പറയല്ലാതെ റിച്ചാർഡിന് വേറെ വഴിയൊന്നുമില്ല. കാരണം റൂത്തിന്റെ കൈ കിട്ടിയ നല്ല റൂത്തലായിരിക്കും. അങ്ങനെ പ്രിൻസ് കാറുമായിട്ട് ഒരു പോക്ക് പോവാണ് കേട്ടോ. ഏതോ കൂടിയ ജാതി സ്പോർട്സുകാരെ തോന്നുന്നു. ഇതിന്റെ പിന്നാലെ വെച്ച് പിടിക്കാനായിട്ട് റൂത്തിനും റൂത്തിന്റെ ആൾക്കാർക്കും പറ്റുന്നില്ല. അങ്ങനെ പ്രിൻസ് ആ ഒരു കാറുമായിട്ട് നേരെ ഒരു പ്രൈവറ്റ് വിമാനം ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പൊ കാറിൽ വെച്ച് തന്നെ റിച്ചാർഡിനോട് പറയാണ്, ഞാനൊരു ടീം ഉണ്ടാക്കുകയാണ്. ആ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ട് നീ അർഹനാണ്. പക്ഷെ ചേരാൻ നിനക്ക് താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നീ വന്നാൽ മതി. അല്ലെങ്കിൽ പിന്നാലെ തന്നെ അവൻ വരുന്നുണ്ട്, റൂത്തിന്റെ ആൾക്കാരും അവരുടെ കയ്യിൽ ഇരുന്നോ എന്ന് പറയണം. ഇതും പറഞ്ഞ് ഈ ഒരു പ്രിൻസ് ഉണ്ടല്ലോ നേരെ ആ ഒരു ജെറ്റിലേക്ക് പോയി കയറുകയാണ്. അയാളുടെ കൂടെ തന്നെ റിംഗോ ഉണ്ട്, വിക്ക് ഉണ്ട്, ഹോപ്പി ഉണ്ട്. എന്തായാലും വേഗം തന്നെ റിച്ചാർഡും അവരുടെ കൂട്ടത്തിൽ ആ ഒരു ഫ്ലൈറ്റിൽ കയറി അവിടുന്ന് രക്ഷപ്പെടുകയാണ്. കാരണം ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്യാനൊന്നുമല്ല, പിന്നാലെ വരുന്ന റൂത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവന്റെ കൈ കിട്ടിയ ചിലപ്പോൾ അടിച്ച് കൊന്നു കളയും. പക്ഷെ ഇപ്പോഴും നമ്മുടെ റിച്ചാർഡിനെ അറിയില്ല എന്തിനാണ് ഈ ഒരു ഗ്രൂപ്പിൽ അവന് ചേർത്തിയെന്ന്. അതുകൊണ്ട് തന്നെ ചുമ്മാ ഒന്ന് ചൊറിഞ്ഞുകൊണ്ട് ഈ പ്രിൻസിനോട് സംസാരിക്കാണ്. അല്ല, നിനക്ക് ഇങ്ങനെ ഒരു ഫ്ലൈറ്റേ കിട്ടിയുള്ളൂ, ഇതൊരു പഴയ മോഡലാണല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്നെ എന്തിനാണ് നിന്റെ ടീമിൽ ചേർത്തത്? അതാദ്യം പറയാന്ന് പറയണം. ഇതിനുള്ള മറുപടി കൊടുക്കുന്നത് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു കള്ളനുണ്ടല്ലോ റിംഗോ, അവനാണ്. എടോ, നിങ്ങളെ പിടിക്കാൻ വരുന്ന ആ ഒരു റോത്ത് ഉണ്ടല്ലോ അയാളെ കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയാം? ഗസാക്കിസ്ഥാനിൽ അയാൾക്കൊരു ജയിലുണ്ട് എന്ന് അറിയില്ലേ? എന്നാൽ അവിടെ നടക്കുന്ന യഥാർത്ഥ കാര്യം എന്താന്ന് നിനക്ക് വല്ല ധാരണയുണ്ട? അതായത് യഥാർത്ഥത്തിൽ ഈ റോത്ത് ബിസിനസ് ചെയ്തിട്ടൊന്നുമല്ല കാശ് ഉണ്ടാക്കുന്നത്, ടെററിസമാണ് അവന്റെ പ്രധാന വരുമാന മാർഗം. ഗസാക്കിസ്ഥാനിൽ ആ ജയിലിൽ അവന് പല ഏജന്റുകളുണ്ട്. അതിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണ് അബു ഹൈറ
എന്ന ടെററിസ്റ്റിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു താടിക്കാരൻ. അവൻ എങ്ങനെയോ ഖസാക്കിസ്ഥാനിലെ ആ ഒരു ജയിലിലേക്ക് വന്ന് പെട്ടിട്ടുണ്ട്. എന്നാൽ ജയിലിൽ നിന്നും അവൻ ഇറക്കി കൊടുക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്തു കൊടുത്തത് റൂത്താണ്. ഇതിനുശേഷം ആ ഒരു വലിയ ടെററിസ്റ്റ് ഉണ്ടല്ലോ അബു ഹൈറ, അവനുമായിട്ട് റൂത്തിന് ചെറിയ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ പിന്നീട് പാർട്ട്നേഴ്സ് ആവാണ്. ടെററിസവും അതുപോലെ പല കാര്യങ്ങളും ചെയ്ത് ഇല്ലീഗലായിട്ട് ഇവർക്ക് ഒരുപാട് കാശുകൾ വരാൻ തുടങ്ങി. എന്നാൽ ഈ എമൗണ്ട് ഒന്നും കാശായിട്ട് അങ്ങനെ എടുത്തു വെക്കാൻ കഴിയില്ല. അത് ഇവർ സ്വർണത്തിന്റെ രൂപത്തിലേക്ക് മാറ്റി. അതായത് ആ കാശ് കൊണ്ട് ഒരുപാട് ഗോൾഡ് ഇവർ വാങ്ങിച്ചു കൂട്ടി. അപ്പൊ അത്രയും വലിയ ആ ഒരു ഗോൾഡിന്റെ കൺട്രോൾ മുഴുവൻ ഇപ്പൊ റൂത്തിന്റെ കയ്യിലാണ്. അപ്പൊ ആ ഒരു ഗോൾഡ് ആണ് നമ്മൾ അടിച്ചു മാറ്റാൻ വേണ്ടി പോകുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ റിച്ചാർഡ് പറയാണ് ഓക്കെ ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ ഗോൾഡിന്റെ വലിയൊരു നിക്ഷേപം, അതും റോത്തിന്റെ കയ്യിലുള്ള ഗോൾഡിന്റെ നിക്ഷേപം, ഇത് നമ്മൾ അടിച്ചു മാറ്റാൻ പോവാണ്. പക്ഷേ ഇത് എവിടെയുള്ളതെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഈ സമയത്താണ് നമ്മുടെ റിങ്കോ ഒരു ട്വിസ്റ്റ് അടിക്കുന്നത്. അതായത് ഗുരുവി, നിങ്ങൾ കുറച്ചു നാള് ഒരു ജയിലിൽ കിടന്നായിരുന്നല്ലോ ഖസാക്കിസ്ഥാനിൽ. ഖസാക്കിസ്ഥാനല്ല, സിനിമയിൽ വേറെ ഏതോ ഒരു പേരാ പറയുന്നത്, എനിക്ക് വായിൽ കൊള്ളുന്നില്ല. എന്തോ ജസറിസ്ഥാൻ അങ്ങനെ എന്തോ ആണ്. ഓക്കെ, എന്തായാലും അപ്പോൾ പറയാനുള്ള ഒരു സുഖത്തിന് നമ്മൾ ചുമ്മാ ഖസാക്കിസ്ഥാൻ ആക്കി മാറ്റുന്നു കേട്ടാ. അപ്പൊ അവിടുത്തെ ആ ഒരു പ്രൈവറ്റ് ജയിലിൽ കുറച്ച് ദിവസം നമ്മുടെ ഈ ഒരു റിച്ചാർഡ് കിടന്നായിരുന്നു. അതും റൂത്തിന്റെ കൺട്രോളിലുള്ള ജയിൽ. ആ ജയിലിലാണ് ഈ സ്വർണം മുഴുവനായിട്ടും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ റിച്ചാർഡ് പറയണം, അപ്പൊ നമ്മൾ പോവേണ്ടത് ഖസാക്കിസ്ഥാനിലെ ആ ഒരു ജയിലിലേക്കാണല്ലേ. എന്നാ പിന്നെ ശരി കേട്ടോ, നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ആവാനായില്ലേ. ഫ്ലൈറ്റ് എവിടെയൊക്കെ പോകുന്നത്? സൗദിയിലേക്കല്ലേ? ഞാൻ അവിടെ ഇറങ്ങിക്കോളാം. എന്നാ ശരി കേട്ടാ, നിങ്ങൾ എന്താ കടിയെന്ന് പറയണം. വീണ്ടും ആ ഒരു ജയിലിലേക്ക് തിരിച്ചു പോകാന് കൊന്നാ പോവോ? ഇല്ല. മാത്രമല്ല പോവാൻ നേരത്ത് റിച്ചാർഡിന്റെ കീശയിൽ നമ്മുടെ പ്രിൻസ് ഓടി വന്ന് ഒരു കാർഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും തിരിച്ചു വരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാ ഇതിൽ എന്റെ നമ്പർ ഉണ്ട്, വിളിച്ചാൽ മതി എന്ന് പറയണം. എവിടെ? ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. എന്തായാലും ഇതിനുശേഷം റിച്ചാർഡ് ഒരു കാറും പിടിച്ച് ദുബായിലെ തന്നെ, ദുബായല്ല സൗദി, അവിടുത്തെ ഏതോ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോവാണ്. ചുമ്മാ അവിടുത്തെ ലക്ഷറി ആസ്വദിക്കാനൊന്നുമില്ല, അവിടുത്തെ ഏതെങ്കിലും ഒരുത്തിനെ ഒന്ന് വളച്ചെടുത്ത് അവന്റെ കയ്യിലുള്ള മുഴുവനായിട്ട് അടിച്ചു മാറ്റാൻ തന്നെ. അപ്പൊ അതുപോലെ വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട്. ഈ പൂച്ചക്കും പട്ടിക്കും പകരം അവിടെ വരുന്ന ആൾക്കാരെ വളർത്തുന്നത് പുലിയും കടുവയൊക്കെയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ വരുന്നവരുടെയൊക്കെ റേഞ്ച് എന്ന് പറയുന്നത്. എന്തായാലും ആ കൂട്ടത്തിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണുകയാണ്. ഇത് തന്നെ എന്റെ ആര. റിച്ചാർഡ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇയാളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പതിയെ പതിയെ ഇയാളുടെ പോക്കറ്റിലുള്ള ആ ഒരു പേഴ്സ് എടുത്തുകൊണ്ട് നൈസായിട്ട് നമ്മുടെ റിച്ചാർഡ് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ എരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുന്നവൻ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? റിച്ചാർഡ് ഇയാളുടെ കയ്യിൽ നിന്നും ആ ഒരു പേഴ്സ് മോഷ്ടിച്ചു പോയതാണ്. എന്നാൽ റിച്ചാർഡിന്റെ കയ്യിൽ നിന്നും മറ്റൊരു ലേഡി ആ പേഴ്സ് അടിച്ചു മാറ്റുകയാണ്. അപ്പൊ തന്നെ ആ ഒരു കാര്യം റിച്ചാർഡിന് മനസ്സിലായി. എന്ന് കരുതി അവളോട് വഴക്കുണ്ടാക്കാനൊന്നും പോകുന്നില്ല. ആ ലേഡിയും വിളിച്ചുകൊണ്ട് ആരും ഇല്ലാത്തൊരു ഭാഗത്തേക്ക് ചെല്ലുകയാണ്. ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. ഈ ലേഡി അത് മറ്റാരുമല്ല, റിച്ചാർഡിന്റെ മകളായിട്ടുള്ള തെരേസ തന്നെയാണ്. സത്യം പറഞ്ഞാൽ മകളായിട്ടുള്ള തെരേസയെ കണ്ടിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. കാരണം റിച്ചാർഡും വൈഫും തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. അതുപോലെ തെരേസയെ റിച്ചാർഡ് കണ്ടിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. എന്തായാലും അച്ഛനെ പോലെ തന്നെ നല്ലൊരു കള്ളിയോടിയാണ് ഈ തെരേസ ഇപ്പോ. അല്ല, എന്തിനാണിപ്പോ സൗദിയിലേക്ക് വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ എന്തോ കാര്യമായിട്ടുള്ള വലിയ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ടാണ് തെരേസ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അച്ഛൻ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവുകയാണ്. എനിക്ക് ആ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ തെരേസ അച്ഛനോട് ബായ് പറഞ്ഞ് അവിടുന്ന് പോവാണ്. അപ്പൊ അവൾ ഒറ്റയ്ക്ക് അങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ എന്തോ റിച്ചാർഡിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം പോലെ. മകൾ ഇത്രയും വലുതായി, മകൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനൊക്കെ ഒരു അച്ഛനാണോ? ഒരു വല്ലാത്ത കുറ്റബോധം റിച്ചാർഡിന്റെ ഉള്ളിൽ തോന്നുകയാണ്. അപ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടി കുറച്ച് സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ റിച്ചാർഡിന്റെ മുന്നിൽ ഒരേ ഒരു വഴിയുള്ളൂ. ആ പ്രിൻസിനെ വിളിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ആ ഒരു മിഷനിൽ ജോയിൻ ചെയ്യാന്ന് പറയാം. അങ്ങനെ അവരെ കാണാനായിട്ട് അവരുടെ സ്ഥലത്തേക്ക് തന്നെ റിച്ചാർഡ് പോവാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് റിച്ചാർഡിന് ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ, ഈ ഗ്രൂപ്പിന്റെ ലീഡർ അത് ഞാനായിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കൊന്നുമില്ല. 50-50. ഒരു പാതി എനിക്ക്, ബാക്കിയുള്ള പാതി അത് നിങ്ങൾക്ക് എല്ലാവർക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രിൻസ് അടക്കം എല്ലാവരും ഒരു കാര്യം പറയുന്നത്, നമ്മൾ ഈ സ്വർണം മോഷ്ടിക്കുന്നത് മുഴുവനായിട്ടും അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പഠിക്കാൻ കഴിയാത്ത ദരിദ്രരായിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ട്. സോ അവർക്കൊക്കെ പറ്റാവുന്ന രീതിയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓ, അപ്പോ നന്മയുള്ള ആൾക്കാരാണല്ലേ, നന്മയുള്ള കള്ളന്മാര്. നിങ്ങളുടെ അത്ര നല്ല മനസ്സൊന്നും എനിക്കില്ല. പണിയെടുത്താൽ പൈസ കിട്ടണം. ഈ പരിപാടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇപ്പൊ റിച്ചാർഡ് പോവാണ്. എന്നാൽ പോവാൻ നേരത്ത് ഒരു വിളി കേൾക്കുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യണം റിച്ചാർഡ്. ഇപ്പൊ റിച്ചാർഡ് അത് ആരാണെന്ന് തിരിഞ്ഞു നോക്കാണ്. ഒരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു. മാത്രമല്ല ആ സ്ത്രീയെ കണ്ട സമയത്ത് റിച്ചാർഡ് ആദ്യം ഒന്ന് ഷോക്കായി പോകുന്നുണ്ട്. മറ്റാരുമല്ല, ഇയാളുടെ മകളായിട്ടുള്ള തെരേസ തന്നെ. കുറച്ചു നേരം മുന്നേ അച്ഛനെ കണ്ട സമയത്ത് അവളൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇവിടെ വെച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് കൂടാനുണ്ടെന്ന്. ആ മീറ്റിംഗ് മറ്റൊന്നുമല്ല, ഇത് തന്നെയാണ് ആ ഒരു മീറ്റിംഗ്. അപ്പൊ അച്ഛനായിട്ടുള്ള റിച്ചാർഡ് ചോദിക്കണം, മോളെ തെരേസ നീ എന്താ ഇവിടെ? അച്ഛൻ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞായിരുന്നല്ലോ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്, ഇത് തന്നെയാണത്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇവരെല്ലാവരെയും വിളിച്ചു കൂട്ടിയത് ഞാൻ തന്നെയാണ്. നമ്മളെ നാട്ടിലെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് അത് ടെററിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ഈ റൂത്തും അതുപോലെ തന്നെ അവന്റെ കൂട്ടാളിയായിട്ടുള്ള അബു ഹൈറയൊക്കെ. ആ സമ്പത്തെടുത്ത് ദരിദ്രരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ ആ കുഞ്ഞുങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തില്ലേ? പകരം ആ ഒരു സമ്പത്ത് അവര് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലോകത്തിന് നാശമല്ലേ വരുള്ളൂ, നമ്മുടെ രാജ്യത്തിനും. അമേരിക്കൻ ഗവൺമെന്റിനോട് ഈ കാര്യം പരമാവധി ഞങ്ങളെല്ലാം പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കി. പക്ഷെ അവർ ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. കാരണം മിഡിൽ ഈസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ ആ ഒരു മിലിറ്ററി ബേസ് തന്നെ ചിലപ്പോൾ
സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ജസറിസ്ഥാൻ, മീൻസ് നമ്മൾ പറഞ്ഞ കിസക്കിസ്ഥാൻ, അവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു വിഷയത്തിൽ കാര്യമായിട്ട് ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളായിട്ട് ഇതിലേക്ക് ഇറങ്ങാന്ന് തീരുമാനിച്ചത്. അതുപോലെ അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ, ചെറുപ്പം മുതലേ ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നത്. എനിക്ക് വേണ്ടി അച്ഛനൊന്നും ചെയ്തു തന്നിട്ടില്ല. ഇനി എന്തെങ്കിലും വേണോ ചോദിച്ചാൽ എനിക്ക് വേണ്ട. പക്ഷേ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ നിൽക്കണം. എനിക്ക് വേണ്ടി ആ ഒരു കാര്യം മാത്രം അച്ഛൻ ചെയ്തു തന്നാൽ മതി, ഞാൻ സംതൃപ്തിയായിരിക്കും. ഇത് കേട്ടപ്പോൾ റിച്ചാർഡിനും ഓക്കെ, മകള് പറഞ്ഞല്ലേ, അവളുടെ ലൈഫിൽ അവൾക്ക് വേണ്ടി അവൾ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യങ്ങളും സാധിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ ആ ഒരു പ്ലാൻ ഇവർ സ്റ്റാർട്ട് ചെയ്യാണ്. എവിടുന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ ആ ജയിലുണ്ടല്ലോ, അവിടുന്ന് തന്നെ തുടങ്ങണം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ സ്വർണം മുഴുവൻ ആ ഒരു ജയിലാന്നറിയാം. എന്നാൽ ആ ഒരു ജയില് അത് വലിയൊരു ബിൽഡിംഗ് ആണ്. അതിന്റെ ഏത് ഭാഗത്താണ് ഈ സ്വർണം വെച്ചതെന്ന് ആർക്കും അറിയില്ല. അടിപൊളി. അപ്പൊ നിങ്ങൾ വലിയ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ചൊരു മണ്ണാങ്കട്ടി അറിയാതെയാണല്ലേ ഇതുപോലൊരു ടീം ഉണ്ടാക്കിയതും ഇതുപോലെ കക്കാന്ന് തീരുമാനിച്ചതും. എന്റെ പിള്ളേരെ, നിങ്ങളൊക്കെ എന്തുവാടെ ഇങ്ങനെ? ആദ്യം പോയിട്ട് ആ ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഫോട്ടോസ്, അതുപോലെ തന്നെ ബ്ലൂ പ്രിന്റ്, ഇതെല്ലാം എടുത്തു വരാൻ പറയാണ്. സോ ഇവരെല്ലാം ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ റിച്ചാർഡിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് റിച്ചാർഡ് അങ്ങനെ നോക്കുന്നുണ്ട്. അതായത് A to Z എല്ലാ കാര്യങ്ങളും ആ ഒരു ജയിലിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഭക്ഷണം പാകം ചെയ്യല്, വസ്ത്രങ്ങൾ അലക്കല്, അങ്ങനെ പറഞ്ഞ എല്ലാ പരിപാടിയും ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ എന്തിനാണ് പുറത്തു പോയിട്ട് ഈ അലക്കിയ വസ്ത്രങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ലോണ്ട്രി വാന് അത് പുറത്തിട്ടിരിക്കുന്നത്? കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം റിച്ചാർഡ് പറയാണ്, നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായോ? A to Z എല്ലാ കാര്യങ്ങളും ആ ഒരു ജയിലുണ്ടായിട്ടും ഇതുപോലൊരു ലോണ്ട്രി വാൻ പുറത്ത് കിടക്കുകയാണെങ്കിൽ ഈ ഇവിടുത്തെ വസ്ത്രവും കാര്യങ്ങളൊക്കെ അലക്കുന്നത് പുറത്തു കൊണ്ടുപോയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ലോണ്ട്രി സെറ്റപ്പ്, അലക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ, ആ സ്ഥലം അത് ഫേക്ക് ആണ്. ഇത് അലക്കുന്ന സ്ഥലമാണേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള സ്ഥലം ഉണ്ടാക്കി അവിടെയാണ് ഗോൾഡ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് പണി അറിയുന്ന ആൾക്കാരെ ടീമിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പണി അപ്പം നടക്കുന്നേ. ഇവര് തലകുത്തിയിരുന്ന് ആലോചിച്ചിട്ടും ഈ കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും ഇതിനുശേഷം ഇവർക്ക് ആ ഒരു ജസറിസ്ഥാനിലേക്ക് പോകണം. എന്തായാലും റോങ് ആയിട്ട് ഗസാക്കിസ്ഥാൻ ഒന്നും പറയണ്ട, നമുക്ക് ജസറിസ്ഥാൻ തന്നെ പറയാം. ഞാൻ എഴുതി വെച്ച് നോക്കി വായിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിൻസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് കുറച്ചധികം ഒട്ടകത്തിന്റെ പുറത്ത് ഇവന് മരുഭൂമിയിലൂടെ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ റിച്ചാർഡിന് ഈ ഒരു യാത്ര അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല കേട്ടോ. എത്ര വലിയ ലക്ഷൂറിയസ് ആയിട്ടുള്ള കാറുകളിൽ യാത്ര ചെയ്യുന്നവനാ ഞാൻ. എന്നെയാണ് ഈ മരുഭൂമിയിലൂടെ ഒട്ടകത്തിന്റെ പുറത്ത് ഇമാര് കൊണ്ടുപോകുന്നത്. അതൊക്കെ പോട്ടെ, ഈ അച്ഛനും മകളുണ്ടല്ലോ തെരേസ, അതുപോലെ തന്നെ റിച്ചാർഡ് കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്, ഒന്ന് അടുത്ത് ഇടപഴകി സംസാരിക്കുന്നതൊക്കെ. ആ സമയത്ത് തെരേസ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ ദയവ് ചെയ്തിട്ട് സമ്പത്തും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതെടുത്തുകൊണ്ട് എന്നെ ഒറ്റക്കാക്കി പോകല്ലേ. ചെറുപ്പം മുതലേ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിട്ടില്ല. ദയവ് ചെയ്ത് ഇനിയുള്ള ലൈഫെങ്കിലും എന്റെ കൂടെ ഒന്നും ഉണ്ടാവച്ച. ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഇല്ല മോളെ, ഞാൻ ആരെയും അങ്ങനെ പറ്റിക്കാൻ പോകുന്നില്ല, നിന്റെ കൂടെ ഞാൻ ഉണ്ടാവുന്ന റിച്ചാർഡ് പറയണം. എന്തായാലും കുറച്ചധികം നേരം ആ മരുഭൂമിയിലൂടെ ട്രാവൽ ചെയ്ത് ഇവര് നേരെ ജസറിസ്ഥാനിലേക്ക് എത്തിയിട്ടുണ്ട്. വല്ലാത്തൊരു പേര് തന്നെ. എന്തായാലും അവിടെ എത്തിയ പാട് തന്നെ ഇവരൊരു താമസ സ്ഥലം സെറ്റാക്കുന്നുണ്ട്. അതായത് ഇവിടെ വെച്ച് വേണം പ്ലാൻ ഓരോന്നായിട്ട് ഉണ്ടാക്കാനായിട്ട്. ആ സമയത്താണ് നമ്മുടെ ഹോപ്പി വഴി ഇവരൊരു കാര്യം അറിയുന്നത്. ആ ജയിലിന്റെ ഓണർ ഉണ്ടല്ലോ, കഥയുടെ വില്ലൻ റൂത്ത്, ഇയാൾ എന്തോ ഒരു ഡീലിന്റെ ആവശ്യത്തിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ജസറിസ്ഥാനിലേക്ക്. മാത്രമല്ല റൂത്തിനെ കാണാനായിട്ട് ആ ഒരു ടെററിസ്റ്റ് ഉണ്ടല്ലോ അബു ഹൈറ, അയാളുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ആ ഒരു താടിക്കാരനും വരുന്നുണ്ട്. ഇവർ തമ്മിൽ എന്തോ ഒരു ഡീൽ നടക്കാൻ പോവാണ്. അതെന്താണെന്ന് ഇവർക്ക് ആദ്യം മനസ്സിലാക്കണം. അതിനുവേണ്ടി വേഷം മാറിയിട്ട് നമ്മുടെ റിങ്കോ അതുപോലെ തന്നെ റിച്ചാർഡ് രണ്ടുപേരും അറബികളുടെ വേഷത്തിൽ ആ ഡീൽ നടക്കുന്ന ഹോട്ടലിലേക്ക് പോവാണ്. അവിടെ പോയി നോക്കിയപ്പോൾ ഡീൽ എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി. അതായത് അബു ഹൈറയുടെ വലിയ ഒരു സ്വർണ്ണ നിക്ഷേപം അതുള്ളത് റോത്തിന്റെ കയ്യിലാണല്ലോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അതിലൊരു പങ്ക് ഇങ്ങനെ അബു ഹൈറയ്ക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം എല്ലാം കൂടെ അയാളുടെ കയ്യിൽ വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഹിതം മേടിക്കാനാണ് അബു ഹൈറയുടെ ആ ഒരു അസിസ്റ്റന്റ്, അതായത് റൈറ്റ് ഹാൻഡ് താടിക്കാരൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ റോത്ത് അവന്റെ പെട്ടിയിൽ നിന്നും കുറച്ച് ഗോൾഡ് എടുത്തുകൊണ്ട് മറ്റൊരു പെട്ടിയിലാക്കിയിട്ട് അത് ഈ താടിക്കാരന് കൊടുക്കുകയാണ്. അപ്പൊ ഇവരുടെ ഡീൽ എന്താണെന്ന് മനസ്സിലായി. ഇവിടെ വെച്ച് തന്നെ റിച്ചാർഡ് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ ഗോൾഡുമായിട്ട് ഇയാൾ നേരെ പോകുന്നത് ചിലപ്പോൾ അബു ഹൈറയുടെ അടുത്തേക്കായിരിക്കും. പക്ഷെ അതിന് മുന്നേ തന്നെ ഇവിടെ ഒരു കളി കളിക്കണം. അതുകൊണ്ട് അവിടുത്തെ ആ ഒരു CCTV ഇവരെ ഹാക്ക് ചെയ്യാണ്. അതായത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതെന്താണെന്ന് പിന്നീട് ആർക്കും കാണാൻ പറ്റില്ല. പിന്നീട് അറബിയുടെ വേഷം ധരിച്ച നമ്മുടെ റിച്ചാർഡ് ആണെങ്കിൽ ഈ അബു ഹൈറയുടെ അസിസ്റ്റന്റ് പോകുന്ന അതേ വഴിയിലൂടെ തന്നെ പോയിട്ട് ഇയാളുടെ മേത്തൊന്ന് തട്ടുകയാണ്. ആള് പോലും അറിയാതെ ആളുടെ പോക്കറ്റിൽ നിന്നും പേഴ്സ് അടിച്ചു മാറ്റാൻ പറ്റുന്ന റിച്ചാർഡിന് ഇയാളുടെ പെട്ടിയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റാത്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീണയിൽ പെട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിച്ചാർഡ് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ താടിക്കാരനുണ്ടല്ലോ, ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് പെട്ടിയുമായിട്ട് റോത്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ താടിക്കാരന്റെ കയ്യിൽ റിച്ചാർഡ് കൊടുത്ത ഒരു ഫേക്ക് ആയിട്ടുള്ള പെട്ടിയായിരുന്നു. ഇതുമായിട്ട് നേരെ അബു ഹൈറയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ വെറും പുസ്തകങ്ങൾ മാത്രമാണ്. ആഹാ, അബു ഹൈറ നല്ല മനുഷ്യനാണല്ലോ, ഇതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ക്ഷമിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ തന്നെ താടിയെ വെടിവെച്ച് കൊന്നു കളയുന്നുണ്ട്. കള്ളപ്പന്നി, ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് നിനക്ക് മര്യാദക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇതിനുശേഷം അബു ഹൈറ വിളിക്കുന്നത് റോത്തിനെയാണ്. റോത്തെ, ഞാൻ എന്റെ സ്വർണം മുഴുവൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അതിനിടയിൽ കളി കളിച്ചുകൊണ്ട് നീ അത് നിന്റെ കൈക്കലാക്കാൻ നോക്കുകയാണോ? വേണ്ട, അനാവശ്യമായിട്ടുള്ള ഒരു കളിയും വേണ്ടെന്ന് പറയണം. ഇപ്പൊ റോത്ത് പറയുന്നുണ്ട്, സാറേ നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു ഗോൾഡ് നിങ്ങളുടെ ആളുടെ കയ്യിൽ കൊടുത്തു. അത് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഉത്തരവാദിത്വമല്ല. നമ്മുടെ ഇടയിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാകണോ എന്നിങ്ങനെ ചോദിച്ച സമയത്ത് ഇപ്പോൾ അബു ഹൈറ ഒരു കാര്യം പറയണം. എന്തായാലും എനിക്ക് നിന്റെ മേലുള്ള ആ ഒരു ട്രസ്റ്റ് അത് നഷ്ടമായിരിക്കുകയാണ്. വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ
എന്റെ സ്വർണ്ണം നിന്റെ കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ നീയാണ് എന്നതിന് യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് റൂത്തെ ഞാൻ നിന്നെ വെറുതെ വിടുകയാണ്. മാത്രമല്ല ആ ഒരു സ്വർണ്ണം മുഴുവൻ അത് ഞാൻ എന്റെ കയ്യിൽ തന്നെ നീ വെച്ചോളാം. അധികം വൈകാതെ ഞാൻ ജസറിസ്ഥാനിലേക്ക് വരുന്നുണ്ട്, ഞാൻ തന്നെ വന്ന് സ്വർണ്ണം കളക്ട് ചെയ്തോളാം എന്ന് പറയണം. ഓക്കെ എന്നിപ്പോ റോത്തും പറയാണ്. ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ റിച്ചാർഡിന്റെ മോളുണ്ടല്ലോ തെരേസയുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവരുടെ ഫോൺ കോൾ ഇവർ ട്രാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അധികം വൈകാതെ അബു ഹൈറ ഇങ്ങോട്ടേക്ക് വരും, ഇവിടുന്ന് ഗോൾഡ് മുഴുവൻ കൊണ്ടുപോകും ചെയ്യും. സോ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ആ ഒരു ഗോൾഡ് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജയിലിൽ പോയിട്ട് ആ സ്വർണം അവർക്ക് അടിച്ചു മാറ്റണം. അതിനായിട്ട് ഈ പ്രിൻസ് ഉണ്ടല്ലോ, ഇവന് പരിചയമുള്ള 2-3 ജയിൽ പുള്ളികൾ ആ ഒരു ജയിലുണ്ട്. സോ അവര് വഴി ജയിലിലെ ഭക്ഷണത്തിൽ ഒരു ഇച്ചിരി ഫുഡ് പോയിസൺ കലർത്തണം. 1-2 ആൾക്കാർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവർ അവിടെ വെച്ച് തന്നെ ട്രീറ്റ് ചെയ്യും. പക്ഷേ എല്ലാവർക്കും ഫുഡ് പോയിസൺ അടിച്ച് തൂറ്റലും ഛർദിയും വന്നു കഴിഞ്ഞാൽ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവല്ലാതെ വേറെ നിവൃത്തി ഉണ്ടാവില്ല. അപ്പൊ അവരെ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരില്ലേ, അതിൽ ഓരോ സ്ട്രക്ചറിന്റെ അടിയിലും ഈ ഗോൾഡ് വെച്ച് നമ്മൾ പുറത്തേക്ക് കടത്തണം എന്ന് റിച്ചാർഡ് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, ഓക്കെ ഗോൾഡ് പുറത്തേക്ക് കടക്കാനുള്ള ആ ഒരു മെത്തേഡ് നിങ്ങൾ പറഞ്ഞു, പക്ഷേ ഈ ഉള്ളിലേക്ക് എങ്ങനെ പോകും, അവിടുന്ന് ആ ഒരു ഗോൾഡ് നമ്മൾ എങ്ങനെ എടുക്കും, അതാണല്ലോ നമ്മൾ ആദ്യം കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യേണ്ടത്. അതിനും ഒരു വഴി റിച്ചാർഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ കൂട്ടത്തിൽ 2 ആൾക്കാർ എങ്ങനെയെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് പോകണം. അപ്പൊ ആ ഒരു പരിപാടി ചെയ്യേണ്ടത് റിങ്കോ ആണ് മെയിൻ ആയിട്ട് ഈ പരിപാടിയിൽ, അതായത് ഈ പ്ലാനിൽ ഇൻവോൾവ് ആകുന്ന ആൾ കേട്ടോ. കാരണം ഇവന് നന്നായിട്ട് വേഷം മാറാൻ കഴിയും, അതും ആർക്കും തിരിയാൻ പറ്റാത്ത രീതിയിൽ. അതുപോലെ തന്നെ ഭാഷയും നന്നായിട്ട് കൈകാര്യം ചെയ്യും. അതുകൊണ്ട് തന്നെ നേരെ ജയിലിലേക്ക് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവിടുന്ന് വന്നതുപോലെ ഭയങ്കര പെർഫോമൻസ് ഒക്കെ വെച്ച് കാച്ചിട്ട് റിങ്കു ചെല്ലുകയാണ്. എവിടെ നിങ്ങളുടെ ബാത്റൂം, അതിന്റെ ആ ഒരു ശുചീകരണ പ്രവൃത്തിയൊക്കെ എങ്ങനെയാണ്, അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം എവിടെയാണ്, ഇതൊന്നും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ, എല്ലാ കാര്യങ്ങളും ഭയങ്കര നീറ്റല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസറായിട്ട് റിങ്കു അവിടെ വന്നിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യം കണ്ട ജയിൽ വാർഡൻ ഒന്ന് പകച്ചു പോകുന്നുണ്ട് കേട്ടോ. കാരണം ഇതുപോലെ സെർച്ചിന് വന്നാൽ ആരായാലും ഒന്ന് പതറിപ്പോവും. ആ പതറലാണ് ഈ റിങ്കോ യൂസ് ചെയ്യുന്നത്. എന്തായാലും അവിടെ വെച്ചൊന്ന് ചിന്തിക്കാൻ വരെ ഇയാൾക്ക് പറ്റുന്നില്ല കേട്ടോ. അതായത് ഈ ജയിൽ വാർഡിന് മാത്രമല്ല ഇവിടുത്തെ സ്റ്റീമർ കാര്യങ്ങൾ എല്ലാം അട്ടർ ഫ്ലോപ്പാണ്. നിങ്ങൾ എന്ത് ഇവിടെ ഈ കാണിക്കുന്നത്, ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ജയിലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, എല്ലാം കൂടെ പൂട്ടി കെട്ടി പോകേണ്ടി വരും. അയ്യോ സാറേ നിങ്ങളിങ്ങനെ റിപ്പോർട്ട് പെട്ടെന്നൊന്നും കൊടുക്കല്ല, എന്തിപ്പോ ഇവിടുത്തെ പ്രശ്നം ചോദിക്കുമ്പോൾ ഇവിടുത്തെ സ്റ്റീമറും കാര്യങ്ങളും അതൊന്നും മര്യാദക്ക് വർക്ക് ആവുന്നില്ല, ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. സാർ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്, 2 സ്റ്റീമർ അത് വരുത്തിച്ചാ പോരെ. ഓക്കെ ഈ കമ്പനിയിലേക്ക് വിളിച്ചാൽ മതി, നല്ല സ്റ്റീമേഴ്സ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ വാർഡൻ നേരെ ആ ഒരു കമ്പനിയിലേക്ക് വിളിക്കുമ്പോൾ ഒറ്റയടിക്കുന്ന സാധനം അവിടെ നിന്ന് കിട്ടില്ല എന്ന് പറയുന്നത്, 2-3 ആഴ്ച സമയം എടുക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വാർഡൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്തിന്റെ വേറൊരു കോള് ഈ വാർഡന് വരുന്നത്. അതായത് വാർഡൻ തന്നെയാണ് ആ ഒരു കമ്പനിയിലേക്ക് വിളിച്ചത്. അവിടെ ഫേക്ക് ഒന്നും കാണിക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ കമ്പനിയിലേക്ക് വിളിച്ചാൽ ഉടനടി ഒന്നും സാധനം കിട്ടില്ല, 2 ആഴ്ച താമസം എടുക്കുന്നു പറയും. അത് തന്നെയായിരുന്നു ഇവർക്കും വേണ്ടത്. അപ്പൊ ഇപ്പൊ രണ്ടാമതൊരു കോള് വാർഡിന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നില്ലേ, വിളിച്ചത് റിച്ചാർഡ് ആയിരുന്നു. സാറേ നേരത്തെ നമ്മുടെ കമ്പനിയിലേക്ക് നിങ്ങൾ വിളിച്ചായിരുന്നല്ലോ സ്റ്റീമറിന് വേണ്ടിയിട്ട്, അപ്പൊ നിങ്ങളോട് പറഞ്ഞ ഒരു മറുപടി അത് റോങ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി 2 എണ്ണം സ്റ്റോക്ക് ഉണ്ട്, വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കാന്ന് പറയാണ്. ആണോ സ്റ്റീമർ അവൈലബിൾ ആണെങ്കിൽ വേഗം എത്തിച്ചോ എന്ന് പറയണം. സോ അത് തന്നെയാണ് ഇവർക്ക് വേണ്ടത്. അങ്ങനെ ഈ വാർഡൻ വിളിച്ച ആ ഒരു കമ്പനിയുടെ പേരിൽ അല്ലെങ്കിൽ അതേ ലോഗോ അതേ ബ്രാൻഡിന്റെ പേരിൽ ഇവരൊരു വണ്ടി സെറ്റപ്പ് ആക്കുകയാണ്. എന്നിട്ട് വാർഡൻ പറഞ്ഞതുപോലെ വേഗം തന്നെ ആ ഒരു സ്റ്റീമർ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഇത് കൊണ്ടുവന്ന ഒരു എംപ്ലോയീസ് അവരൊന്നും നോക്കാൻ വരെ നമ്മുടെ റിങ്കോ സമ്മതിക്കുന്നില്ല. ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ഓഫീസറെ പോലെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്ക്, നിയമം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ശ്രദ്ധ പരമാവധി തിരിക്കുകയാണ്. ഇതേ നേരം കമ്പനി വണ്ടിയിൽ നിന്നും ആ 2 സ്റ്റീമർ എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്ന ആ 2 വർക്കേഴ്സ് അത് മറ്റാരുമല്ല നമ്മുടെ റിച്ചാർഡും അതുപോലെ തന്നെ ബോംബർ ആയിട്ടുള്ള വിക്കും കൂടെയാണ്. ഇതിന് പുറമെ ആ സ്റ്റീമറൊക്കെ കൊണ്ടുവന്നില്ലേ, ഇതൊന്ന് സൈൻ ചെയ്തേക്കെന്ന് പറഞ്ഞിട്ട് വാർഡന്റെ കയ്യിൽ നിന്നും സൈനും മേടിക്കുന്നുണ്ട്. ഈ ഒരു ടെൻഷനിലും തിരക്കിലും വാർഡൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, പെട്ടെന്ന് സൈൻ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കിച്ചണിലേക്ക് സ്റ്റീമറുമായിട്ട് വന്ന നമ്മുടെ റിച്ചാർഡ് ഉണ്ടല്ലോ അവിടെ ഒരു കാര്യം കാണുകയാണ്. അതായത് ഒരു കഴുകന്റെ ശില്പം, മാത്രമല്ല ആ ശില്പത്തിൽ ഇതിന്റെ ഓണർ ആയിട്ടുള്ള റൂത്തിന്റെ പേരും കൊത്തിവെച്ചിട്ടുണ്ട്. അതായത് ഈ ജയിൽ കൺട്രോൾ ചെയ്യുന്ന ഈ ജയിലിന്റെ ഓണർ ആയിട്ടുള്ള റൂത്തിന്റെ പേര്. ഈ ജയിലിൽ വെച്ച് നമ്മുടെ റിച്ചാർഡിനെ നന്നായിട്ട് തന്നെ കുറച്ച് വർഷമായിട്ട് ടോർച്ചർ ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ റൂത്തിനോടുള്ള ഒരു ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റതാണ്. അപ്പൊ അവന്റെ പേരിൽ ഒരു ശില്പം കണ്ടാൽ അതിന് റിച്ചാർഡ് വെറുതെ വിടുവോ, ഒരു കയ്യിലെടുത്ത് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. മാത്രമല്ല ജയിലിൽ വെച്ച് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 2 ജയിൽ പുള്ളികളെ റെഡിയാക്കി വെച്ചിട്ടില്ല. അവർക്ക് ഇന്ന് കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു. അവരുടെ ആ ഒരു ജയിൽ ഡ്രസ്സ് ഇവരെടുത്ത് തരികയാണ്. അതായത് നമ്മുടെ ബോംബർ ആയിട്ടുള്ള വിക്കും അതുപോലെ റിച്ചാർഡും. എന്നിട്ട് ഈ 2 പേരും ആ ഒരു സ്റ്റീമറിന്റെ ഉള്ളിൽ കയറി ഒളിക്കുകയാണ്. മാത്രമല്ല ഇവരുടെ ആ ഒരു സർവീസ് ഡ്രസ്സ് ഉണ്ടല്ലോ, അതായത് ആ കമ്പനിയുടെ സർവീസ് ഡ്രസ്സ് അതെടുത്ത് ഈ 2 ജയിൽ പുള്ളികൾക്കും കൊടുക്കുകയാണ്. ഈ സമയത്താണ് ഇങ്ങോട്ടേക്ക് ആര് വരുന്നത്, ജയിൽ വാർഡനും റിങ്കോയും വരുന്നത്. ഇതിങ്ങനെ കുറെ പുള്ളികൾ ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും മുഖം ഇയാൾക്ക് ഓർമ്മ നിൽക്കണമെന്നില്ല. പക്ഷെ റിച്ചാർഡിനെ കണ്ടാൽ അയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വരികയും ചെയ്യും. എന്തായാലും ഈ ജയിൽ പുള്ളികളുടെ ആ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് സ്റ്റീമറിന്റെ ഉള്ളിൽ നിലവിൽ ഇപ്പോൾ റിച്ചാർഡും അതുപോലെ തന്നെ വിക്കും കയറി വിളിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് റിങ്കോ ഇപ്പോൾ ഇയാൾ വീണ്ടും എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ടുള്ള സംസാരം ഇയാളെ കൊണ്ട് ചിന്തിക്കാൻ വിടുന്നില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെയും കെട്ടിപ്പിടിച്ച് അവിടുന്ന് പോവാണ്. അങ്ങനെ ഇവർ അവിടുന്ന് പോയതിനു ശേഷം ആ ഒരു സ്റ്റീമറിന്റെ ഉള്ളിൽ നിന്നും വിക്കും റിച്ചാർഡും പതിയെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എവിടെയാണ് ആ ഒരു വാൾട്ട് എന്നുള്ളത് ഇവർ കണ്ടുപിടിക്കുകയാണ്. അതായത് തുണിയെല്ലാം അലക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, സത്യത്തിൽ അങ്ങനെ ഒരു ഏരിയ ഇവിടെ ഇല്ല. അങ്ങനെ ഒരു ഏരിയ ആണ് ഇതെന്ന് പറഞ്ഞിട്ട് ആരും അങ്ങോട്ടേക്ക് കടത്തി വിടാറുമില്ല. കാരണം രഹസ്യമായിട്ടാണ് ആ ഭാഗത്ത് സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ ഇവർ ഗസ് ചെയ്തതുപോലെ തന്നെ
അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെ അലക്കുന്ന സ്ഥലമൊന്നുമല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വാൾട്ടാണ്. എന്നാൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ വാൾട്ട് ഇതെങ്ങനെ തുറക്കും? എന്തായാലും അതിനൊരു വഴി കണ്ടിട്ട് തന്നെ ആയിരിക്കല്ലേ ഇവരിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. പക്ഷെ ഇതിന് മുന്നേയായിട്ട് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. അതായത് ഇവിടെയുള്ള ജയിൽ പുള്ളികളുടെ ഫുഡിൽ ഫുഡ് പോയിസൺ കലർത്തണം. ഇവർ നേരത്തെ ഏർപ്പാടാക്കിയ ആ രണ്ടാൾക്കാരും ആ ഒരു പരിപാടി ചെയ്യാണ്. പിന്നീട് ഈ ഭക്ഷണം കഴിച്ച് എല്ലാവരും ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇത് വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറെ ആംബുലൻസിന് വിളിക്കുന്നുണ്ട്. എല്ലാവരെയും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് റൂത്ത് വരുന്നത്. റൂത്ത് വന്ന ഉടനെ ഈ ഒരു കാര്യം കാണും, ഇതെങ്ങനെ ഇപ്പോ എല്ലാവർക്കും ഒരുപോലെ ഒരേ സമയത്ത് ഛർദ്ദി ഇങ്ങനെ വരിക? അതിലെന്തോ സംശയം തോന്നിയിട്ട് റൂത്തിന്റെ ആൾക്കാരും വേഗം തന്നെ പരിശോധന തുടങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജയിലിന്റെ പുറത്ത് നമ്മുടെ റിങ്കോ വീണ്ടും അടുത്ത വേഷത്തിൽ ഒരു കാട്ടറബിയുടെ ലുക്കിൽ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. മാത്രമല്ല അവൻ വന്ന ആ ഒരു കാറിൽ റിച്ചാർഡിന്റെ മകളായിട്ടുള്ള തെരേസ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ രണ്ടുപേരും കാറിന്റെ പുറത്തേക്ക് ഇറങ്ങി. മാത്രമല്ല ഈ കാറിന്റെ അടുത്തേക്ക് വേറെ ആരും വരാതിരിക്കാനായിട്ട് അതിന്റേതായ ബാരിയേഴ്സ് ചുറ്റും വെക്കുന്നുണ്ട്. അതായത് പുറത്ത് എന്തോ ഒരു കാര്യം ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ റിച്ചാർഡും വിക്കും കൂടെ ആ ഒരു വാൾട്ട് കണ്ടുപിടിച്ചല്ലോ. പക്ഷേ ആ ഒരു വാൾട്ട് അങ്ങനെ തുറക്കാനൊന്നും പറ്റില്ല. എന്നാൽ നേരത്തെ തന്നെ അതിനൊരു വഴി ഇവർ കണ്ടുവച്ചിട്ടുണ്ട്. അതായത് ഈ വാൾട്ടിന്റെ മുകൾ ഭാഗം ഒരു ബാത്റൂമാണ്. ആ ബാത്റൂമിലേക്ക് ഇവർ പോകുന്നുണ്ട്. മാത്രമല്ല ഒരു പ്രത്യേക സ്ഥലം ഇപ്പൊ നമ്മുടെ വിക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റിൽ ഇവരെന്തോ ഒന്ന് ചെയ്യാൻ പോവാണ്. അതായത് ചെറിയൊരു ഡ്രില്ലർ മെഷീൻ എടുത്തുകൊണ്ട് അവിടെ ചെറിയൊരു ഹോൾ ഇടുന്നുണ്ട്. ഇത്ര കഷ്ടപ്പെട്ട് റിച്ചാർഡ് ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ വിക്ക് ആള് കുറച്ച് ഒരു ജോളിയുടെ ആളാണ്. ഇപ്പൊ കയ്യിൽ ചെറിയൊരു സ്പീക്കർ ഉണ്ടായിരുന്നു. അത് അവിടെ വെച്ച് ചെറിയൊരു പാട്ടും വെച്ച് ഇവനിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. തുള്ളിയാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ റിച്ചാർഡിന് ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല കേട്ടോ. ആള് ജോലിയുടെ കാര്യത്തിൽ പക്ക പ്രൊഫഷണൽ ആണ്. ഇതുപോലുള്ള ഊളത്തരൊന്നും ജോലിക്കിടയിൽ റിച്ചാർഡ് കാണിക്കാറില്ല. ഇതേ നേരം തന്നെ ഒരു അറബിയുടെ വേഷത്തിൽ റിങ്കോ ഇങ്ങോട്ടേക്ക് വന്നില്ലേ, നേരെ വീണ്ടും പോകുന്നത് വാർഡിന്റെ അരികിലേക്കാണ്. എന്നിട്ട് വാർഡിനോട് പറയാണ്, നിങ്ങൾ ഇവിടുത്തെ ജയിൽ പുള്ളികളെ നല്ല രീതിയിലല്ല നോക്കുന്നതല്ലേ? അത് ചോദിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ വരുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനിൽ നിന്നാണ്. ഇവിടെ നിങ്ങൾ ജയിൽ പുള്ളികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആഹാരം അത് തീരെ വൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണെന്ന് ഞങ്ങൾക്കൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായില്ലേ? എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ അന്വേഷണം തന്നെ നടക്കാൻ പോകുന്നുണ്ട്. ഇനി അതല്ല എല്ലാ കാര്യങ്ങളും ഓക്കെ തന്നെയാണെങ്കിൽ ഈ ഫോമിൽ ഒന്ന് ഒപ്പിട്ടേക്കെന്ന് പറയുന്നത്. സാറേ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാന്ന് പറഞ്ഞിട്ട് വാർഡൻ ഇപ്പോൾ അതിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ ബാത്റൂമിൽ ഹോൾ ഇട്ട നമ്മുടെ റിച്ചാർഡ്. ഇതിനുശേഷം ബാക്കിയുള്ള പണിയെടുക്കുന്നത് വിക്കാണ്. കഥയുടെ ആരംഭത്തിലെ വിക്കിനെ കുറിച്ച് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് അവന്റെ കയ്യിൽ കിട്ടുന്ന ഏതൊരു വസ്തു കൊണ്ടും അവന് ബോംബ് ഉണ്ടാക്കാൻ കഴിയും. ഒരു എന്താ പറയാ സ്പെഷ്യലിസ്റ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ആ ചെറിയ ഹോൾ ഉണ്ടാക്കിയില്ലേ, അതിലേക്ക് ചെറുതായിട്ട് ഗ്യാസ് ഇവൻ അങ്ങനെ ലീക്കാക്കി വിടുന്നുണ്ട്. മാത്രമല്ല ഏകദേശം ഒരു ബോംബ് പൊട്ടാവുന്ന രീതിയിലുള്ള ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുമുണ്ട്. അധികം വൈകാതെ ഇത് പൊട്ടിക്കാൻ പോവാണ്. സോ ഇത് പൊട്ടിക്കുന്ന അതേ സമയത്ത് തന്നെ പുറത്തുണ്ടായിരുന്ന നമ്മുടെ തെരേസയ്ക്ക് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ പുറത്തുണ്ടായിരുന്ന ആ ഒരു കാറും അതുപോലെ തന്നെ ഇവരിവിടെ സെറ്റ് ചെയ്ത ആ ഒരു ബോംബും ഒരുമിച്ച് അങ്ങോട്ട് ഒരു ഏറ്റ പൊട്ടലാണ്. ഇപ്പൊ എല്ലാവരുടെ ശ്രദ്ധയും പുറത്ത് കിടന്ന് പൊട്ടിയ ആ ഒരു കാറുണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവാണ്. ഈ ഗ്യാപ്പിന് ഇവർ നേരെ ആ ഒരു വാൾട്ടിന്റെ ഉള്ളിലേക്ക് വരികയാണ്. അതായത് വാൾട്ടിൽ ബ്ലാസ്റ്റ് നടന്ന കാര്യമൊന്നും ആ സമയത്ത് ഇവർ ശ്രദ്ധിക്കില്ല. കാരണം പുറത്തേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത്. പിന്നീട് വേഗം തന്നെ വന്ന് സ്വർണ്ണം കളക്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് ദാണ്ട് കിടക്കുന്ന ഒരു CCTV. പെട്ടെന്ന് തന്നെ വിക്കി എന്ത് ചെയ്തു, ഇതിന്റെ ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ട് അവന്റെ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് CCTVയുടെ മുന്നിൽ ആ ഒരു ഫോൺ കൊണ്ടുപോയി വെക്കുകയാണ്. ഓക്കെ, ഇപ്പൊ CCTVയിലൂടെ നോക്കുന്നവർക്ക് എന്താ കാണാൻ കഴിയുക? ഫോണിൽ ഷൂട്ട് ചെയ്ത ആ ഒരു വിഷ്വൽ ഒന്നും ചെയ്യാതെ അതങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോ ഇതുപോലെ വലിയൊരു സംഭവം ഉണ്ടായിട്ട് ബ്ലാസ്റ്റ് കടന്നല്ലേ പുറത്തേക്ക് എല്ലാവരും പോകുമ്പോൾ റൂത്ത് അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇയാൾക്ക് അതൊന്നും വലിയ കാര്യമില്ല. ഇയാൾക്ക് പ്രധാനം ആ ഒരു സ്വർണ്ണമാണ്. സോ പെട്ടെന്ന് തന്നെ ആ ഒരു വാൾട്ടിലെ വിഷ്വൽ ചെക്ക് ചെയ്യാൻ വേണ്ടി റൂത്ത് പറയുന്നുണ്ട്. എന്നാൽ നിലവിൽ അവിടെ ഒരു പ്രശ്നമൊന്നും കാണുന്നില്ല. സ്വർണ്ണം അവിടെ തന്നെയുണ്ട്. പക്ഷേ എന്തോ ഒരു സംശയം തോന്നിയ റൂത്ത് അതൊന്ന് സൂം ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഇത് സൂം ആവുന്നില്ല. ആഹാ, എന്തോ പ്രശ്നമുണ്ട്, പോയി നോക്കണം എന്ന് പറഞ്ഞിട്ട് റൂത്ത് വേഗം പോയി നോക്കിയപ്പോഴേക്കും നമ്മുടെ പിള്ളേര് അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണം മുഴുവൻ അടിച്ചു വാരി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഈ വാൾട്ടിലേക്ക് വന്ന് നോക്കിയ റൂത്ത് ആകെ ഞെട്ടിപ്പോവാണ്. പക്ഷെ അധികം നേരം ആയിട്ടുണ്ടാവില്ല ഇവിടെ ആ ഒരു സ്വർണ്ണം പോയിട്ട്. വേഗം തന്നെ സെർച്ച് ചെയ്യാൻ വേണ്ടി റൂത്ത് അവന്റെ ആൾക്കാരോട് പറയണം. ഇതേ നേരം തന്നെ നമ്മുടെ വിക്കിനെ ഒരു പേഷ്യന്റിനെ പോലെ ഒരു സ്ട്രെച്ചറിൽ കെടുത്തിയിട്ട് ഒരു ഡോക്ടറിന്റെ വേഷം ധരിച്ചുകൊണ്ട് റിച്ചാർഡ് അതങ്ങനെ തള്ളിപ്പോവാണ്. ഇതേ നേരത്താണ് അങ്ങോട്ടേക്ക് റൂത്ത് വരുന്നത്. ഇവിടെയാണെങ്കിൽ ഒരുപാട് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് ഈ സ്ട്രെച്ചറിന്റെ അടിയിൽ നിന്നും ഒരു ഗോൾഡിന്റെ പ്ലേറ്റ് മാത്രം താഴേക്ക് വീഴുന്നുണ്ട്. ഈ കാര്യം ആര് കാണുന്നുണ്ട്? റൂത്ത് കാണുകയാണ്. അതായത് റൂത്തിന് മനസ്സിലായി ഇതുപോലെ ഏതോ ഒരു സ്ട്രെച്ചറിന്റെ അടിയിൽ വെച്ചാണ് ഇതുപോലെ ഗോൾഡ് കൊണ്ടുപോകുന്നത്. അപ്പൊ റൂത്ത് ഈ ഒരു കാര്യം മനസ്സിലാക്കി എന്നറിഞ്ഞ പാടിന് റിച്ചാർഡും വിക്കും കൂടെ നേരെ അവരുടെ പ്ലാൻ അത് മാറ്റിയാണ് പ്ലാൻ B എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. ഇപ്പൊ റൂത്തും അവന്റെ ആൾക്കാരും കൂടെ പുറത്തേക്ക് വരികയാണ്. അതായത് സ്ട്രക്ചറിലൂടെയാണ് ഗോൾഡ് പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ സ്ട്രക്ചറും മാത്രമല്ല ആംബുലൻസ് ഇത് മുഴുവനായിട്ടും പരിശോധിക്കാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് റൂത്തിന് ഒരു കോള് വരുന്നുണ്ട്. റൂത്തിന്റെ ആൾക്കാർ റിച്ചാർഡും അവന്റെ ടീമൊക്കെ നിന്ന് താമസിച്ച ആ ഒരു ഹോട്ടൽ റൂം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല തെരേസയെ കൈയോടെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവളങ്ങ് കൊന്നു കളഞ്ഞേക്കട്ടെ എന്ന് റൂത്തിനോട് അവർ ചോദിച്ചപ്പോൾ വേണ്ട അവിടെ നിൽക്ക്, ഹോൾഡ് ചെയ്യ്, ഞാൻ പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി. എന്നാൽ ഇതേ നേരം തന്നെ അവിടെയുള്ള ആംബുലൻസ് സ്ട്രെച്ചർ എല്ലാം പരിശോധിച്ചിട്ടും ഒന്നിൽ നിന്നും ഗോൾഡ് കിട്ടുന്നില്ല. അപ്പൊ ഈ ഗോൾഡ് എവിടെ പോയി? പെട്ടെന്നാണ് ജയിലിന്റെ ഉള്ളിൽ നിന്നും വേസ്റ്റ് കളയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാൻ പുറത്തേക്ക് പോകുന്നത്. എന്നാൽ ഇതുപോലൊരു വാൻ ഇതുവരെയായിട്ട് റൂത്ത് കണ്ടിട്ടില്ല. അപ്പൊ എന്തോ ഒരു സംശയം തോന്നുന്നത്, യെസ് ഇതിൽ തന്നെയാണ് ആ ഒരു ഗോൾഡ് കൊണ്ടുപോകുന്നത്, പിടിക്കാവന്മാരെ എന്ന് പറയാണ്. റൂത്തും ഇയാളുടെ ആൾക്കാരും എല്ലാവരും കൂടെ വണ്ടികളുമായിട്ട് ഇവരുടെ പിന്നാലെ അതായത് ആ ഒരു വാനിന്റെ പിന്നാലെ ചേസ് ചെയ്ത് പോവാണ്. ആ വാനാണെങ്കിൽ ഇപ്പോൾ ഓടിക്കുന്നത് പ്രിൻസും അതുപോലെ അവന്റെ കൂടെ
കൂടെ തന്നെ നമ്മുടെ റിങ്കോയുണ്ട് കേട്ടാ. ഇവനെന്താ വല്ല ജിന്നാണോ, നിമിഷത്തിന് ഇങ്ങനെ വേഷം മാറിക്കൊണ്ടിരിക്കും. എന്തായാലും അവരുടെ പിന്നിലായിട്ട് മാസ്ക് ധരിച്ചുകൊണ്ട് രണ്ടാൾക്കാരുണ്ട്. പക്ഷേ അതാരാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവരിങ്ങനെ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇവരുടെ പിന്നാലെ തന്നെ റൂത്തിന്റെ ആൾക്കാരുണ്ടല്ലോ, അവരാണെങ്കിൽ ഈ മരുഭൂമിയിലൂടെ കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ വെച്ചാണ് ഇവരെ ചേസ് ചെയ്യുന്നത്. അവസാനം ഇവരെ പിടിക്കുന്നുണ്ട്. കാരണം ഇത്രയും ചെറിയൊരു വാന് വെച്ച് എങ്ങനെയാണ് ഈ വണ്ടികളൊക്കെ തോപ്പിക്കാൻ പറ്റുക? അങ്ങനെ ഓടി വന്നു റൂത്താണെങ്കിൽ ആ ഒരു വാന് തുറന്നു. എവിടെ എന്റെ സ്വർണ്ണം എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ പരിശോധിക്കുന്നുണ്ടെങ്കിലും ഒരു സാധനം അതൊന്നും കിട്ടുന്നില്ല. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേറെ 2 കാറ് വന്ന് നിൽക്കുകയാണ്. അതും 2 വെള്ളക്കാർ. എന്ത് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? ഈ കാര്യം നമ്മളോട് റിച്ചാർഡാണ് പറയുന്നത്. ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒരു ഇച്ചിരി നേരം പിന്നിലേക്ക് നമ്മളൊന്ന് പോകണം. അതായത് പ്ലാൻ ബി അത് എക്സിക്യൂട്ട് ചെയ്യാന്ന് ഞാൻ വിക്കിനോട് പറഞ്ഞായിരുന്നല്ലോ. എന്നാൽ സ്വർണവുമായിട്ട് ഈ വാനിൽ വെച്ച് ഇവിടുന്ന് കടന്നു പോവാ എന്നുള്ളതല്ല പ്ലാൻ ബി യഥാർത്ഥത്തിൽ മറ്റൊന്നാണ്. അതായത് ഈ വാനിന്റെ പിന്നാലെ റൂത്തിനെയും അയാളുടെ ആൾക്കാരെയും ഓടിപ്പിച്ച് അതിലാണ് സ്വർണം എന്ന് വിശ്വസിപ്പിച്ച് മറ്റൊരു വഴിയിലൂടെ സ്വർണം പുറത്തേക്ക് കൊണ്ടുവരലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന ആ 2 കാറ് അതിൽ മുഴുവനും അബു ഹൈറയുടെ ആൾക്കാരാണ്. അതായത് റിച്ചാർഡ് ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അബു ഹൈറയ്ക്ക് കൊടുത്തു. അതായത് ഈ ഒരു റൂത്ത് മുഴുവൻ ഗോൾഡുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പൊ അതറിഞ്ഞ് ഈ റൂത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അബു ഹൈറയും അയാളുടെ ആൾക്കാരും കൂടെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ആ ഒരു ഗോൾഡിന് അതിനെന്താ സംഭവിച്ചത്? അതായത് ആ ഒരു ഗോൾഡുമായിട്ട് ആംബുലൻസിലേക്ക് ഇവർ പോയിട്ടില്ല. പകരം നേരെ വന്നത് കിച്ചണിലേക്കാണ്. അവിടെ കുറച്ച് ഫർണസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ വെച്ച് ഈ ഗോൾഡ് മുഴുവനായിട്ട് ഉരുക്കിയെടുക്കുകയാണ്. ഗോൾഡ് ഉരുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ടഫായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അങ്ങനെ ഉരുക്കിയ ഗോൾഡ് ഇവർ ഒരു പ്രത്യേക ഷേപ്പിലായിട്ട് വാർത്തെടുക്കുകയാണ്. അതായത് ഈ ജയിലിന്റെ പല ഭാഗത്തായിട്ട് കഴുകന്റെ ശില്പം വെച്ചിട്ടുണ്ട്. അതേ ഷേപ്പിലേക്ക് ഈ ഗോൾഡിനെ മാറ്റിയിട്ട് അത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം അതിന് പുറത്ത് ചുവന്ന പെയിന്റ് അടിക്കുകയാണ്. അതായത് പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് ആ ഒരു സാധാരണയായിട്ട് ഇവിടെ കാണുന്ന ശില്പം ഉണ്ടല്ലോ അതിനെ പോലെ തോന്നുള്ളൂ. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന 2 വർക്കേഴ്സിന്റെ കൂടെ റിച്ചാർഡ് ആ ശില്പവുമായിട്ട് പുറത്തേക്ക് വരികയാണ്. ഇതെന്താണെന്ന് വാർഡൻ ചോദിച്ചപ്പോൾ അത് പിന്നെ ശില്പങ്ങളൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ നിങ്ങൾ തന്നായിരുന്നു. പെർമിഷനോ? ഞാനോ? എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ റിച്ചാർഡ് ആ ഒരു പേപ്പർ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതിനുള്ള പെർമിഷൻ തന്നെ അതിൽ സൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വാർഡനുമാണ്. അല്ല, ഇതിപ്പോ ഞാൻ സൈൻ ചെയ്തത് വാർഡന് ഓർമ്മ കിട്ടുന്നില്ല. അതായത് നമ്മുടെ റിങ്കോ പലതവണയായിട്ട് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇയാളുടെ കയ്യിൽ നിന്ന് സൈൻ മേടിക്കാറില്ലേ? അത് ഇങ്ങനെയുള്ള ഈ പേപ്പറിലായിരുന്നു. എന്തായാലും ഇവിടെ വെച്ച് ഈ വാർഡൻ ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. ഞാനോ എപ്പോ സൈൻ ചെയ്തു? എന്തിവിടെ ഈ സംഭവിക്കുന്നത്? ജയിൽ പുളികൾക്ക് മുഴുവനായിട്ടും ഛർദിയും തൂറ്റല്ലോ. അതിനിടയിൽ മുതലാളി ഇങ്ങോട്ടേക്ക് വരുന്നു. അയാൾ പെട്ടെന്ന് വേറെ ആരുടെ പിന്നാലെ പാഞ്ഞു പോകുന്നു. എന്തപ്പോ ഇവിടെ സംഭവിക്കുന്നത്? എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് പെർമിഷൻ ഉള്ളതല്ലേ, ആ ശില്പവുമായിട്ട് ഇവിടുന്ന് പൊയ്ക്കുമെന്ന് വാർഡൻ പറയാണ്. അങ്ങനെ വളരെ നിസ്സാരമായിട്ട് തന്നെ ആ ഒരു ശില്പവുമായിട്ട് നമ്മുടെ റിച്ചാർഡ് പുറത്തേക്ക് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ റോത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവന്റെ അരികിലേക്ക് പാരി വന്നിട്ടുണ്ട്. അബു ഹൈറയും അയാളുടെ ആൾക്കാരും വന്നിട്ടുണ്ട്. കാരണം റിച്ചാർഡ് കൊടുത്ത ഒരു ഫേക്ക് ഇൻഫർമേഷന്റെ കൊടുത്ത് അബു ഹൈറയുടെ ആ ഒരു ഗോൾഡ് മുഴുവൻ അടിച്ചു മാറ്റാനാണ് റൂത്ത് നോക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് വന്ന അബു ഹൈറയുടെ ആൾക്കാര് ഇപ്പൊ ഇവനെ, അതായത് റൂത്തിനെ കയ്യോടെ പൊക്കുകയാണ്. പക്ഷെ അപ്പൊ തന്നെ റൂത്ത് ഒരു കാര്യം തീരുമാനിച്ചു. ഈ പണി മുഴുവൻ അവനിട്ട് കൊടുത്തത് റിച്ചാർഡാണ്. റിച്ചാർഡിന് തിരിച്ചൊരു പണി കൊടുക്കണ്ടേ? റിച്ചാർഡിന്റെ മകളായിട്ടുള്ള തെരേസയെ ഓൾറെഡി ഹോട്ടൽ റൂമിൽ ഇയാളുടെ ആൾക്കാർ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവളെ അങ്ങ് കൊന്നു കളയാൻ വേണ്ടി ഫോൺ വിളിച്ച് റൂത്ത് പറയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത് റിച്ചാർഡിന്റെ മകളായിട്ടുള്ള തെരേസയായിരുന്നില്ല, പകരം നമ്മുടെ ഹോപ്പി ആയിരുന്നു. അവൾക്ക് അറിയാലോ, പണ്ടേ ഈ ആണുങ്ങളോട് ഇച്ചിരി വെറുപ്പുള്ള കൂട്ടത്തിലാണ്. പണ്ടെന്തോ വലിയ പണി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ദേഷ്യവും വെറുപ്പ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവളെയാണ് റിച്ചാർഡിന്റെ മകളാണെന്ന് കരുതി അവരവിടെ പൂട്ടി വെച്ചിരിക്കുന്നത്. അവരുടെ കാര്യം ആലോചിച്ചിട്ടാ കഷ്ടം തോന്നുന്നത്. കൊടുക്കുകയാണ്, എല്ലാത്തിനിട്ട് നല്ല നേരിയ വട്ടം കൊടുക്കുകയാണ്. അതായത് ഹോപ്പിക്കൊന്നും സംഭവിക്കുന്നില്ല. റൂത്തിന്റെ ആൾക്കാരൊക്കെ അടിച്ച് പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഹോപ്പി. അതുപോലെ ഈ വാനിന്റെ പിന്നിൽ മാസ്ക് ഇട്ട 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട് പറഞ്ഞില്ലേ, അതിൽ ഒരാൾ നമ്മുടെ ബോംബറായിട്ടുള്ള വിക്കും, മറ്റേ ആളാണ് നമ്മുടെ റിച്ചാർഡിന്റെ മകളായിട്ടുള്ള തെരേസയും. എന്തായാലും ഇതിനുശേഷം അങ്ങോട്ടേക്ക് വന്ന അബു ഹൈറയുടെ ആൾക്കാർ എന്തായാലും റൂത്തിനെ പിടിച്ച് അയാളുടെ കാറിൽ തന്നെ കൊണ്ടുപോയാക്കുകയാണ്. ഇനിയിപ്പോ റൂത്തിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം അത് കണ്ടറിയാം. കാരണം അബു ഹൈറ അങ്ങനെ ക്ഷമിക്കുന്ന ഒരാളല്ല, ദുഷ്ടനായിട്ടുള്ള ക്രൂരനായിട്ടുള്ള ഒരാളാണ്. മിക്കവാറും റൂത്തിനെ തട്ടിക്കളയാനാണ് സാധ്യത കൂടുതലും. അതുപോലെ തന്നെ ഈ ജയിലിൽ ഫുഡ് പോയിസണും കാര്യങ്ങളൊക്കെ ആയില്ലേ, ഇത് നാഷണൽ ലെവലിൽ ഭയങ്കരമായിട്ട് ന്യൂസ് ആയിട്ടുണ്ട് കേട്ടോ, അതായത് ആ രാജ്യത്തിൽ. പക്ഷെ അവിടെ നിന്നും ഗോൾഡ് മോഷണം പോയി എന്നുള്ള കാര്യം പറയാൻ പറ്റുമോ? ഇല്ല, കാരണം അത് ഇല്ലീഗലായിട്ട് കളക്ട് ചെയ്ത് വെച്ച ഗോൾഡാണ്. അപ്പൊ ആ ഒരു ഗോൾഡ് മോഷണം പോയ കാര്യമൊന്നും ഇതുവരെയായിട്ടും ഇവരല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഇതിനുശേഷം ഈ ഒരു കൊള്ള അത് സക്സസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞതിന് ശേഷം മിസ്ഫിറ്റ് ആ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവരും റിച്ചാർഡ് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. റിച്ചാർഡ് പറഞ്ഞ ആ ഒരു വാൻ ഇവർ വന്ന് തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു ശില്പമുണ്ട്. പക്ഷെ റിച്ചാർഡിനെ അവിടെ എവിടെയും കാണാനില്ല. ഇപ്പൊ എന്തോ ഒരു സംശയം തോന്നിയ തെരേസ എന്താക്കി ആ ഒരു ശില്പം അവിടെ തള്ളിയിടുകയാണ്. അവളുടെ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ആ പേടി പോലെ തന്നെ താഴെ വീണ ആ ഒരു ശില്പം അത് വെറും മണ്ണ് മാത്രമായിരുന്നു. അച്ഛൻ ആ ഒരു ഗോൾഡ് കണ്ട സമയത്ത് എല്ലാവരെയും പറ്റിച്ച് അതുകൊണ്ട് കടന്നു കളഞ്ഞു എന്ന് ഇപ്പൊ തെരേസയ്ക്ക് മനസ്സിലായി. എല്ലാവരും ആകെ ടെൻഷനായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് അതൊന്നും അല്ലാതായി പോയില്ലേ. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഡോറ് ഓപ്പൺ ആവുന്നത്. നോക്കുമ്പോൾ റിച്ചാർഡ് അവിടെ ഉണ്ട്. അയാളുടെ കൂടെ തന്നെ ആ വലിയ സ്വർണത്തിന്റെ ശില്പമുണ്ട്. കിലോ കണക്കിന് സ്വർണ്ണമാണ് ആ ഒരു ശില്പത്തിലുള്ളത് കേട്ടോ. അതായത് കോടിക്കണക്കിന് രൂപ മൂല്യം വരും ഇപ്പൊ ആ ഒരു സ്വർണത്തിന്. എന്താ മോളെ, കുറച്ചു നേരെങ്കിലും നീ എന്നെ ഒന്ന് സംശയിച്ചില്ലേ? ഇതുമായിട്ട് ഞാൻ കടന്നു കളഞ്ഞു എന്ന് നീ വിശ്വസിച്ചില്ലേ? ഇപ്പൊ ഓടി വന്ന് തെരേസ അച്ഛനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. എന്തായാലും ഇതിനുശേഷം ഇവരുടെ പദ്ധതി പോലെ തന്നെ പാവപ്പെട്ട കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ആരാണ് ഇത് കൊടുത്തതുപോ
പോലും ഒന്നും അറിയാതെ ആ സമ്പത്ത് ഇവർ കൊടുക്കുകയാണ്. ഇതിനുശേഷം മിസ്ഫിറ്റ് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും നമ്മുടെ പ്രിൻസ്, ഇത്രയും നേരം പ്രിൻസ് എന്ന് പറഞ്ഞില്ലേ, അത് അവന്റെ പേരൊന്നുമല്ല, ഏതോ ഒരു ചെറിയ അറബ് രാജ്യത്തിലെ ഒരു രാജകുമാരൻ തന്നെയാണ് അവനും. സോ അവന്റെ ആ ഒരു സ്ഥലത്തേക്ക് ഇവരെല്ലാവരെയും കൂട്ടി ഒരു വെക്കേഷൻ ട്രിപ്പിനായിട്ട് ഇവർ പോവാണ്. അത് കാണിച്ചുകൊണ്ട് സിനിമയോട് തീരുന്നുണ്ട്. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ. കാരണം ഒരുപാട് റോബറി മൂവീസ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരൊന്നും അതിന് നല്ല റെസ്പോൺസ് തരാറില്ല, പക്ഷേ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ഒരു കഥ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയായിരുന്നെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു. അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.